വിദ്യ ഇത് നോക്കി. എക്സ്ക്യൂസ് മീ. ശേഖരൻകുട്ടി, വാട്ട് എ സർപ്രൈസ്. ഇതാ ഞാൻ പറയാറുള്ള ശേഖരൻകുട്ടി. ഓ ഹലോ സാർ ചാർജ് എടുത്ത വിവരം ഞാൻ ടി വിയിലും പത്രത്തിലും കണ്ടിരുന്നു. ശേഖരൻകുട്ടി എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാനിവിടെ ബിസിനസ്സാ. എന്ത് ബിസിനസ്? ബൈ. മോൾക്ക് അങ്കിളിനെ അറിയൂ? ഇല്ല. ഓക്കെ, ഈ അങ്കിളെ അറിയോ? ഇല്ല. ഇത് മമ്മിയുടെ നാട്ടുകാരനാ. എന്താ മോളുടെ പേര്? അമ്മു. ശേഖരൻകുട്ടി സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വാ. അപ്പൊ ശരി സാർ. ഇതാ എന്റെ കാർഡ്. കേറി. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി. ആ സാർ സാറിന് സെക്യൂരിറ്റി ഒന്നുമില്ലേ? നമുക്കും വേണ്ട ഒരു പ്രൈവസി ഒക്കെ. പോട്ടെ. ശരി. ടെററിസ്റ്റുകളുമായ ചന്ദ്രന്റെ ബന്ധം ഞാൻ വംശസാറിനെ അറിയിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല അയാളിൽ നിന്നുണ്ടായത്. राजा, चंद्रू के और हमारे धंधे में किसी से भी रिश्ते हो सकते हैं. तुम्हारा उससे कोई लेना देना नहीं है. तुम सिर्फ अपने काम से काम रखो. जस्ट माइंड योर ओन बिजनेस. अंडरस्टैंड? പുതിയ കലക്ടർക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന നീയാണെന്ന് ചന്ദ്രു പറഞ്ഞറിഞ്ഞു. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ കൂട്ടത്തിലൊരുത്തൻ ഞങ്ങളെ ഒറ്റിയാൽ സിക്കന്ദർ ഭായിയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അവൾക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. भाभी जी नमस्ते. सिकंदर भाई है? अंदर ही है. देखो राजा भाई आए हैं. हैप्पी बर्थडे बेटा. ये केक बिटिया के लिए. मेरी और बापू आने के बाद काट लिए. ओके, थैंक यू अंकल. बेटा, बस हम यूं गए और यूं आ जाएंगे. फिर हम मिलकर सेलिब्रेट करेंगे. ओके, बाय. നമസ്തേ. नमस्ते. കളക്ടറെ നേരിൽ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. सॉरी सर, कलेक्टर साहब आपको मिलना चाहते हैं. मैं उनको ही मिलने जा रहा. चलिए अपने गाड़ी में चलते हैं. अच्छा, मैं अभी आऊंगा. प्लीज कम. എങ്ങോട്ടാ അമ്മയും മോളും കൂടെ? ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാ. ഷോപ്പിങ്ങിനോ? എന്നാ ചെന്നട്ടെ, ഞാൻ സാറിനെ ഒന്ന് കാണാം. ശരി, കാണാം. No, 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 not this. I need a detailed report. Sir. So send it back. Yes, sir. സർ, सर हाँ. ശേഖരൻകുട്ടി ഇരിക്കൂ പ്ലീസ്. ഇവിടെ എന്ത് ബിസിനസ് എന്ന് പറഞ്ഞേ? എക്സ്പോർട്ടിംഗ്. ഓ, എക്സ്പോർട്ടിംഗ്. എന്ത് പ്രോഡക്റ്റാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഫർണിച്ചേഴ്സ്. ആ, ഫർണിച്ചർ. മിസ്റ്റർ ശേഖരൻകുട്ടിയെ കുറിച്ച് വിദ്യ പറഞ്ഞു കേട്ടൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ പഴയ ചെറുപ്പളശ്ശേരിക്കാരൻ ശേഖരൻകുട്ടി ഇവിടെ മുംബൈയിൽ വന്ന് രാജയായി വളർന്ന് പടർന്ന് പന്തലിച്ച വിവരമൊന്നും പാവം വിദ്യക്കറിയില്ല കേട്ടോ. രാജ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കാരണം രാജയ്ക്ക് ഊഹിക്കാവല്ലോ അല്ലേ? ലുക്ക് മിസ്റ്റർ രാജ, മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ 4 ഐഡിയൽ സ്പോട്ടുകളുടെ വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. ഇവയിലൊന്ന് മിനിറ്റുകൾക്കകം ബ്ലാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ടെൽ മീ രാജ, എവിടെയാണ് നിങ്ങൾ ബോംബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബോംബോ? ഞാനങ്ങും ബോംബ് വെച്ചിട്ടില്ല. രാജ, കുറെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? പണോ? സാർ, എനിക്കൊന്നും അറിയില്ല. രാജ പ്ലീസ്, ഇനി ഒന്നിനും സമയമില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. പട്ടേൽ സർ, ഉസേ ലേക്കേ ആവോ. तिवारी, ഇവനാണ് ആ ബോംബ് നിർമ്മിച്ചത്.
ഇവനാണത് പാക്ക് ചെയ്തത്. ഇവൻ തന്നെയാണ് അത് നിങ്ങൾക്ക് കൈമാറിയത്. ഇനിയെങ്കിലും പറയണം, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ആ പാക്കറ്റ് നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? साहब जी शुक्रिया साहब. ദാ ഇവിടെയാണ് സിക്കന്ദറുടെ ഫ്ലാറ്റിലാണ് ബോംബ് വെച്ചിരിക്കുന്നത്. മൈ ഗോഡ്. സാർ, ആ ടെററിസ്റ്റിനുള്ള സ്ഥലം എനിക്കറിയാം സാർ. ഞാൻ കാണിച്ചു തരാം. Don't allow anybody to escape. Come on, round up the building. Come on, fast. Come on. सर अपने आप को पुलिस के हवाले कर दो, वरना सबके सब मारे जाओगे. एवरीवन टेक पोजीशन. You are surrounded by the police. Don't try to escape. We will shoot. Hello. Turn back. What? നിങ്ങളുടെ പുറകിലുള്ള ബിൽഡിംഗിലേക്ക് ഒന്ന് നോക്ക്. No. കുട്ടിയെ ഉപദ്രവിക്കരുത്. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വണ്ടി വേണം. പോലീസ് ഒന്ന് അനങ്ങിയ തീർത്ത് കളയും നിങ്ങളുടെ മകളെ. Don't shoot. Come on, I'll do. I'll arrange whatever you want. don't move.